എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർട്ടിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള സമയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറോ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Nurture, generosity, childlike expression, healing, acceptance, beginning. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ച് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി സ്നേഹം അനുഭവിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾ അപ്പൂപ്പനമ്മൂമ്മ അതുപോലുള്ള ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് ചുറ്റുപാടും ഒത്തിരി സ്നേഹം ചൊരിയാൻ ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം പൊതുവിൽ ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മാറ്റം നിങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. ആ ഒരു സ്നേഹം അനുഭവിച്ചറിയുന്നു. പലരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട്. പുതിയ അർത്ഥതലങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ജീവിത സാഹചര്യത്തിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ പല പല കൊച്ചു കൊച്ചു കാര്യങ്ങളുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ഈ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒത്തിരി പോകാൻ ഇഷ്ടപ്പെടുന്ന ചില ഇടങ്ങളുണ്ടാവും. സമ്പത്ത് അതിന് വളരെ പ്രാധാന്യമായിരിക്കും. കാരണം അങ്ങനെയുള്ളിടത്ത് പോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ, അങ്ങനെയുള്ള ഭക്ഷണശാലകളായിക്കോട്ടെ മറ്റെന്തെങ്കിലും ഇടങ്ങളിലൊക്കെ പോകുന്നത് ആണ് ഒത്തിരി സന്തോഷം എന്ന് ഇതുവരെ കരുതിയിരുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അർത്ഥതലങ്ങൾ മാറുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചെറിയൊരു ഗ്രാമത്തിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫാം ലാൻഡ് വാങ്ങിക്കുന്നത്, കൃഷി പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു, അങ്ങനെ ഒത്തിരി വലിയൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു മാറ്റം കൂടിയിട്ടാണെന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ചില ആളുകൾ വിദേശത്ത് സെറ്റിലായിട്ടുള്ള ചില ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാവാം ഇതിവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് പ്രഗ്നൻസി സിറ്റുവേഷനാണിത്. അപ്പോൾ പ്രഗ്നൻസി ഇപ്പം ആഗ്രഹിക്കാത്തവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലിറ്റി അതുപോലുള്ള കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാഹചര്യമാണ്. അതേപോലെ തന്നെ ജനറോസിറ്റിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്തു പറയാനുള്ള ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാനോ അതിന് പോകാനോ വേണ്ടുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചില ആളുകൾ ലോൺ മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി നാളായിട്ട് ശ്രമിച്ചിട്ടുള്ളവർക്ക് ലോൺ ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ലോൺ ലഭിക്കുന്നു. അതേപോലെ തന്നെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സ്കോളർഷിപ്പുകളൊക്കെ, അതായത് സ്കൂൾ കോളേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പുകളല്ലാതെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മതപരമായിട്ട് നിലനിൽക്കുന്ന എന്തെങ്കിലും കമ്മ്യൂണിറ്റി അതെങ്കിലും മറ്റെന്തെങ്കിലും ജനറലായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നല്ലാതെ പ്രൈവറ്റ് ആയിട്ട് കുട്ടികളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ നിങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട് വരുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ഇവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വളരെ സന്തോഷം തരുന്ന കാര്യം കൂടിയിട്ടാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ നാട്ടിൽ നടന്ന ദുരന്തം, ഇപ്പോഴത്തെ അവസ്ഥ ചില ആളുകൾക്ക്
സംബന്ധിച്ചിടത്തോളം അറിയാം, വയനാടുണ്ടായിട്ടുള്ള ദുരന്തത്തിലേക്ക് വേണ്ടിയിട്ട് കൈയച്ച് സഹായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ വീട് വെച്ച് കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. മറ്റു ചിലരെ ഏതെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം, അതായത് അവരുടെ ജീവിതകാലം മുഴുവനത്തേക്കുമുള്ള ചെലവുകളോ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നതിനുള്ളൊരു സാഹചര്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ ആണ് ഇവിടെ. അത് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എല്ലാം നിങ്ങൾക്കൊരു കുട്ടിക്കളിയാണ് എന്നുള്ള രീതിയിൽ എല്ലാം ഒരു തമാശയായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കളി പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ മാറ്റം വരുന്നുണ്ട്. കുട്ടിക്കളിയൊക്കെ മാറി നിങ്ങളായിട്ട് ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണോ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ എന്തൊക്കെ കാര്യത്തിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നു, അതിൽ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു മുന്നേറ്റം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നു. അതേപോലെ തന്നെ പക്വതക്കുറവ്, ഇപ്പൊ പറഞ്ഞില്ല, കുട്ടികളെ പോലെ ആവശ്യത്തിന് സീരിയസ്നെസ് കൊടുക്കേണ്ടുന്ന കാര്യത്തിൽ പോലും സീരിയസ്നെസ് കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ കുറച്ചും കൂടി പക്വതയാർന്ന് ചിന്തിക്കാൻ, മറ്റുള്ളവരെ കൊണ്ട് വളരെ പക്വതയാർന്ന ഒരു ചിന്തയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങളെല്ലാം കുട്ടിക്കളിയാണെന്ന് പറഞ്ഞിരുന്നവരെ കൊണ്ട് നിങ്ങളെല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് കുടുംബത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വർഷം കൂടിയിട്ടായിരിക്കും ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം കൂടിയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ഹീലിംഗ് എനർജിയാണ്. പലരെയും സംബന്ധിച്ച് ഇതൊരു ഈ നേരത്തെ പറഞ്ഞ എനർജിയും ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാണിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഒരു കുട്ടി ആണ് എന്ന് നിങ്ങളെ പറഞ്ഞിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് നിങ്ങൾ ഒരു മുതിർന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അതായത് നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു മുതിർന്ന വ്യക്തിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല മാറ്റങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റമാണ്. പിന്നെ ചില ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവര്, പ്രായമായിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരായിട്ടും അസുഖങ്ങളൊക്കെ ആയിട്ട് അടുത്തിടെയായിട്ട് കുറെ അലട്ടുന്നവരാണെങ്കിൽ ഈ വർഷം പൊതുവെ ഒരു സമാധാനമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പൊ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും അലട്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനവും ഈ ഒരു വർഷക്കാലം പൊതുവെ ആഗ്രഹിക്കുന്ന പോലെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അക്സെപ്റ്റൻസ് എനർജിയാണ്. ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സഹായമൊക്കെ ചെയ്തിട്ട് അതിന് തിരിച്ചു നിങ്ങൾക്കൊരു പ്രത്യുപകാരം ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, ചില ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ആ തെറ്റ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിലും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ ആ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് വന്ന് നിങ്ങളെ സമീപിക്കുകയും അത് മനസ്സിലാക്കി ആ തെറ്റ് സ്വീകരിച്ചിട്ട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചില ആഴത്തിലേറ്റ ചില മുറിവുകൾ ഉണങ്ങാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്തത് കൊണ്ട് വേറെ ജോലിക്ക് ശ്രമിക്കാതിരുന്നവര് നിങ്ങൾക്ക് പറ്റിയ ജോലി ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിയോ മറ്റും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ കയ്യിലേക്ക് വന്ന ആ ഒരു ജോലിയിൽ എങ്ങനെ തൃപ്തിയും എങ്ങനെ ആ ജോലിയിൽ മുന്നേറാനും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ മുന്നേറാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ തുടക്കമാണ് ജീവിതത്തിൽ. അപ്പോൾ പുതിയ ജോലി, ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടാവാം. അതായത് പല സ്ഥലങ്ങളിലും നമ്മൾ ചില ആളുകൾക്ക് സർക്കാർ ജോലി തന്നെ വേണമെന്നുണ്ടാവും, പക്ഷെ അതൊരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ള ജോലിയിൽ എപ്പോഴും തൃപ്തി കുറവ് കാണുന്നുണ്ടാവാം.
അപ്പോൾ അത് കിട്ടിയില്ല, ഇനി കിട്ടാൻ ഡേറ്റ് അല്ലെങ്കിൽ വയസ്സ് കഴിഞ്ഞു, ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നറിയാം. ഇനി ഇതാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ഉള്ള കാര്യത്തിൽ നന്മ കണ്ടുപിടിച്ചിട്ട് അതിൽ നിങ്ങൾ തൃപ്തരാകുന്നില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ ഒരു അസ്വാസ്ഥ്യം കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയും സ്വസ്ഥമായിട്ടുള്ള ഒരു നല്ലൊരു ഈ ഒരു ഉള്ള ജോലിയിൽ പ്രൈവറ്റ് ആണെങ്കിലും വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ട് ഉയർച്ചയിലേക്ക് പോകാനോ കരിയറും ഫിനാൻസും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തി പക്വമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.